ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കാലമായിട്ട് പറയുന്ന സംഭവമാണ് ചേട്ടാ ഒരു ഹോം ടൂർ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹോം ടൂറ് നിങ്ങൾ ഇങ്ങനെ പുറമേയുള്ള ഭാഗങ്ങളും അവിടുത്തെ അടുത്ത ഭാഗങ്ങളായിരിക്കും നമ്മുടെ മെയിൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുക. സോ ഇത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട് എങ്ങനെയാണ്, വീടിൻ്റെ പുറം ഭാഗം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ഒരുപാട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സോ നമുക്ക് ചെയ്യാം. Swagger down the street with your red lips and funky beat. You better hold your head up to the sky. I'm gonna roll with you till the day I die. എൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗേറ്റ് തുറന്ന് ഇവിടെ റോഡ്, ഇതിൻ്റെ ഇവിടെ ഈ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ ഒരു മുൻവശം എന്ന് പറയുന്നത്. ഇവിടെ കാറുണ്ട്, ഡാഡിയുടെ ബൈക്ക്, അപ്പുറത്തെ ബൈക്ക്. ഇത് 2 സൈക്കിളുണ്ട്. ഞാൻ പണ്ട് ഉപയോഗിച്ച സൈക്കിളാണ് ഇത്. ഞാനിപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത ആ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ ചെടികളും അതും ഇതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊക്കെ അമ്മയുടെയും ഡാഡിയുടെയും പരിപാടിയാണ്. ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ ചെടിച്ചട്ടിയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ചെടികൾ, ഇവിടെ കുറേ ചെടികൾ, അവിടെ കുറേ ചെടികൾ, ഇവിടെ കുറേ ചെടികൾ. ചെടികളൊക്കെ നോക്കി നടത്തുന്നത് അമ്മയുടെ പരിപാടിയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ വളർത്താനൊക്കെ. വീടിൻ്റെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാനുള്ള ഒരു വഴിയുണ്ട്. ഇത് ചെല്ലുന്നത് ബാക്ക് സൈഡിലേക്കാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തുണ്ട് ഒരു വഴി, അതും അപ്പുറത്തേക്കാണ് നടക്കാൻ പോണത്. ഒക്കെ ഇതേപോലത്തെ ഓരോന്നും ഇങ്ങനെ നടന്നു പോകണം കാണാൻ പറ്റും. ഗൈസ്, അപ്പോൾ വീഡിയോ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ലൈക്ക് നമ്മുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത കിടിലൻ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക ഗൈസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെയിൻ ഹോളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ഹോൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്നിട്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ മേലെ സീലിങ്സ് ഒക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഹോൾ എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഷോക്കേസിലാണ് നമ്മുടെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ കുറേ വയ്ക്കുന്നത്. പിന്നെ ചിലതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ RC കാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇനിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഹോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത റൂംസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു കൂടി എവിടേക്കാണ് ഞാൻ പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളത്. പിന്നെ ഈ വീട് പണിതിട്ട് ഏകദേശം 22 വർഷത്തോളമായിട്ടുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ സമയത്ത് പണി തുടങ്ങിയതാണ്. എനിക്ക് 22 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലമായിട്ടുണ്ട് ഈ ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂം കഴിഞ്ഞാൽ നമ്മളെ അടുത്ത പോകുന്നത് നമ്മുടെ ഈ ഒരു ഹോളിലേക്കാണ്. ഇത് 2ാമത്തെ ഹോളാണ്. അത് മാസ്റ്റർ ഹോള്. ഇത് 2ാമത്തെ ഹോള്. ഇവിടെ കാണുന്നതാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഹോളാണ്. ഈ ഒരു ഹോളിൻ്റെ ഈ സൈഡായിട്ടാണ് ഒരു റൂം നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയാണ് വേറെ റൂം നിൽക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ഡാഡിയും മമ്മിയും കിടക്കുന്ന സ്ഥലമാണ്. അധികമൊന്നുമില്ല. ലൈക്ക് ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് എൻ്റെ കുറച്ച് ഐറ്റംസാണ്. റിംഗ് ലൈറ്റും ട്രൈപ്പോഡൊക്കെ. ഇവിടെ അനിയത്തിയുടെ ബെഡ്റൂമാണ്. കുറച്ച് പരിപാടികളുണ്ട്. ഇത് അനിയത്തിയുടെ ബെഡ്റൂമാണ്. അവളാണ് ഇവിടെ കിടന്നുറങ്ങാറുള്ളത്. ഞങ്ങളുടെ ബെഡ്റൂം എൻ്റെ അനിയൻ്റെയും മേലെയാണ്. അത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഹോളിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്താണ് അടുക്കള എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പോൾ അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് അടുക്കളയാണ്. സോ ഇതാണ് ഈ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ ചിപ്സൊക്കെ വാരി എടുത്ത് പോവാറ്. അപ്പോൾ ഇതാണ് അടുക്കള. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു അടുക്കളയാണ്, കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൂം കാണാം. പിന്നെ ഇതൊരു ബാത്റൂം, ഇതൊരു സ്റ്റോർ റൂമാണ്. ഇത് കാണിച്ചു തരാൻ പറ്റില്ല ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മേലേക്കാണ്. അവിടെയാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. അവിടെ ഇതിപ്പോൾ ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് നമ്മൾ മേലേക്ക് പോകണം. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതൊരു ഹോള്, ചെറിയൊരു ഹോളാണ്. പിന്നെ ഇവിടെയാണ് എൻ്റെ എന്താ പറയുക മറ്റേ പ്രൊഡക്ട്സ് വാങ്ങണം പെട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വരുന്നതാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. ഞാനും അനിയനും ഇവിടെ കിടക്കാറ്. ഇവിടെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടാ ഈ കാണുന്നതാണ് എൻ്റെ റൂം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന ചെയർ, ടേബിള്. ഈ ഭാഗത്താണ് വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്നത്. വീഡിയോ എടുക്കണ സ്ഥലം എന്ന് പറയുന്നത് കണ്ടാ. ഇവിടെ എന്തിനാണ് നമ്മൾ വീഡിയോ എടുക്കുക. ഇതാ കാണുന്നതാണ് നമ്മുടെ പറമ്പ്. പിന്നെന്താ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഭാഗം ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, മേലൊരു ടാങ്ക് ഉണ്ട്. ട്രെയിനിൽ നിന്ന് വെള്ളം ഫിൽറ്ററായിട്ട് മേലേക്ക് പോവും. അതിനുശേഷം ഈ ടാങ്കിൽ വന്നിട്ട് ഫിൽറ്ററായിട്ട് നിറയും. അതാണ് ഇവിടുത്തെ. പിന്നെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല മഴയൊക്കെ വരുന്നുണ്ട്. മഴയൊക്കെ ഉള്ള കാരണം ചെറിയ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കണ വ്യൂ ആണിത്. അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ പറമ്പിൽ അത്യാവശ്യം വെള്ളം കെട്ടിയിട്ടുണ്ട് മഴ പെയ്ത കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ മോൾ ഭാഗം. നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറെ ഒരു ടെറസ് ഉണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ അമ്മയുടെ കലാവിരുതാണ്. ഇവിടെ നിന്ന് നോക്കിയതേ
നമ്മൾ താഴത്തുനിന്ന് ആ മോൾ ഭാഗം കണ്ടില്ലേ, അതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഐസ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മേലത്തെ കുറച്ച് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴത്തേക്ക് പോയിട്ട് ഞാൻ ബാക്കിയുള്ള കാണിച്ചു തരാം. ഗായ്സ് ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് നമുക്കിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വരാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. ഇവിടെ തുണികളും കാര്യങ്ങളൊക്കെ ഇടുന്ന സ്ഥലമാണ്. ലൈക്ക് നമ്മുടെ തേങ്ങയൊക്കെ വീഴുന്നത് ഇവിടെ കൊണ്ടിടും. ഇവിടെ എല്ലാ ചില കുറച്ച് കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് ബാക്കോട്ട് മാറ്റും അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലേക്ക് അങ്ങോട്ട് പോകാനായിട്ട് എന്താ ഫുള്ള് മഴയും ചെളിയും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയ്ക്കൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഹോം ടൂർ എല്ലാം എടുത്തു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളട്ടെ വീഡിയോ.